ഹായ് ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് അച്ചു. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ബിഗ് ബോസിൻ്റെ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇന്നലെ നമ്മുടെ ബിഗ് ബോസിൽ കുറേ കാര്യങ്ങൾ നടന്നു. കുറേ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആ ടാസ്ക്, പിന്നെ അതല്ല ഒനീലിൻ്റെ വിഷയം, അനിമോളുടെ അക്ബറിൻ്റെ വിഷയം, ഇത്തരം കാര്യങ്ങളാണ് മെയിനായിട്ട് അവിടെ നടന്നത്. ആ ടാസ്കിന്റെ കാര്യത്തിൽ ആ ടാസ്ക് എന്തിനാ കൊടുത്തതെന്ന് എനിക്ക് ഇതുവരെ ഒരു പിടുത്തമില്ല കേട്ടോ. ആ ടാസ്കില് ശരിക്കും നൂറേനെ തോൽപ്പിക്കാനായിട്ടും നൂറയ്ക്ക് 7ന്റെ പണി കൊടുക്കാനായിട്ട് ബിഗ് ബോസ് കൊടുത്തേക്കുന്ന ഒരു ടാസ്ക് ആണ്. ഇവർക്ക് ഈ ടാസ്ക് ഇങ്ങനെ നൂറയുടെ നോമിനേഷൻ പവർ, സൂപ്പർ പവർ ഒക്കെ കളയാനാണ് കഴിഞ്ഞ പ്രാവശ്യം കൊട്ടിഘോഷിച്ച് ഭയങ്കര ഇതാക്കി. എന്തിനാ നൂറയ്ക്ക് ആ നോമിനേഷൻ സൂപ്പർ പവർ കൊടുത്തിരുന്നത്? അവരത്രയും നന്നായിട്ട് ഗെയിം കളിച്ചതല്ലേ. പിന്നെ ആ ടാസ്ക് കഴിഞ്ഞ് അതിന്റെ വിജയിയുമായി അതിന്റെ സൂപ്പർ പവറും കൊടുത്തു കഴിഞ്ഞ് സെക്കൻഡ് വീക്ക് പിന്നെ ടാസ്ക് വന്നപ്പം ആ ടാസ്കിനകത്ത് നൂറ തോറ്റിട്ട് ആ പവർ നൂറയിൽ നിന്ന് പിടിച്ചു വാങ്ങുക. അതെന്താ? ശരിക്കും ബിഗ് ബോസിന് എനിക്ക് തോന്നുന്നത് അക്ബറിനെ ഫേവർ ചെയ്യാനായിട്ട് ബിഗ് ബോസ് ചെയ്തൊരു ടാസ്ക് ആണ്. അതാ തന്നെയാന്ന് തോന്നുന്നു. കാരണം അല്ലെങ്കിൽ ഓരോ തരത്തില് നൂറിനെ ട്രാപ്പ് ചെയ്യുന്ന ബിഗ് ബോസ് കറക്റ്റ് സ്ക്രിപ്റ്റ് വരച്ചിട്ട് നൂറേന്ന് ആ സൂപ്പർ പവർ എടുത്ത് കളയാനായിട്ട് ബിഗ് ബോസ് ചെയ്ത പരിപാടി തന്നെയാണ്. എനിക്ക് അങ്ങനെയാട്ടോ ഫീൽ ചെയ്യുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ പിന്നെ ആദ്യത്തെ ദിവസം ടാസ്ക് ലെറ്ററിൽ പറഞ്ഞിട്ടില്ല ബ്ലാക്ക് കോയിൻ കൈവശം വെക്കുന്നവര് അടുത്ത നോമിനേഷനിൽ പോകും എന്നുള്ള കാര്യം. അത് പിറ്റേ ദിവസത്തെ ഇതിനകത്താ പറഞ്ഞേക്കുന്നത്. അപ്പൊ അങ്ങനെ അപ്പൊ തന്നെ നൂറയുടെ ബ്ലാക്ക് കോയിൻ ഉണ്ട് താനും. പിന്നെ വന്നിരിക്കുന്നത് മൂന്നാമത്തെ ദിവസത്തെ ലെറ്ററിനകത്ത് വന്നിരിക്കുന്നത് ടോസ് ഇട്ട് ഓപ്ഷൻ കൊടുത്തിട്ട് ടോസ് ഇട്ട് എടുക്കാം. ആ ടോസ് ഇട്ട് എടുത്തപ്പോഴത്തേനും 1.5 മണിക്കൂറിനകത്ത് 25 ചെരുപ്പ് ഉണ്ടാക്കണം, ഒരു മിഷനേ ഉള്ളൂ. അപ്പൊ അതിൽ അക്ബറും ടീംസൊക്കെ നൂറയ്ക്കല്ല എന്തോ ഒരു ബെനിഫിറ്റ് ഉണ്ടെന്നുള്ള അക്ബറിനൊക്കെ മനസ്സിലായി. അങ്ങനെ ടീംസും അക്ബർ, ഒനീല, അഭിലാഷ്, ബിന്നിയില്ല, മസ്താനി, ലക്ഷ്മി, ഇത്രയും പേരുടെ പ്ലാൻ ചെയ്ത് പണി വൈകിപ്പിച്ച് സ്ലോ ആക്കിയിട്ട് ചെയ്തതാട്ടോ. അതങ്ങനെ ചെയ്ത് അവര് 20 ചെരുപ്പ് വരെ ഉണ്ടാക്കി. അതിന്റെ ഇടയ്ക്ക് സമയമില്ലെന്നറിയാം, എന്നാലും അതിന്റെ ഇടയ്ക്ക് ഇൻഡസ്ട്രിയൽ വിസിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഹൗസിലുള്ള സർക്കസിലുള്ള ആൾക്കാരെ കൊണ്ടുവരുന്നു. നിവിനൊക്കെ അടിക്കാവുന്നതിന്റെ മാക്സിമം അടിച്ച് പാറ്റിനകത്ത് വരെ തിരികെ വെച്ച് മാക്സിമം അടിച്ചു മാറ്റിക്കൊണ്ട് പോയി. നിവിനെ അടിച്ചു മാറ്റാണ്ട് ലക്ഷ്മി ചെന്ന് സഹായിച്ചു കൊടുക്കുന്നു വേണ്ട സാധനങ്ങൾ. കാരണം ഇവര് നൂറയ്ക്ക് എന്തോ ബെനിഫിറ്റ്, നൂറയ്ക്കും കുറെ മണ്ടത്തരം പറ്റിട്ടോ. നൂറയുടെ വായിൽ നിന്ന് തന്നെ ഇവർക്ക് മനസ്സിലായി നൂറക്ക് ഈ ടാസ്ക് ചെയ്ത് എന്തോ ഒരു ബെനിഫിറ്റ് കിട്ടുന്നു. കാരണം നൂറ ആദ്യത്തെ ദിവസം തൊട്ട് പറയുന്നുണ്ടായിരുന്നു, ഇതെനിക്ക് ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര പ്രശ്നം പറ്റും. നൂറയുടെ ഇതും കൊണ്ടൊക്കെ ഇവർക്ക് മനസ്സിലായി എന്തോ ഒരു പ്രശ്നം നൂറക്ക് പറ്റുമെന്നുള്ള കേസ് ഇവർക്ക് മനസ്സിലായി. അങ്ങനെ ഇവർ ഗെയിം കളിച്ചു. ബിഗ് ബോസ് അത് ശരിക്കും യൂണിയൻ ലീഡറിനൊക്കെ ആയിട്ട് അത് ഫേവർ ചെയ്ത് കൊടുത്ത പോലെ എനിക്ക് തോന്നി. എല്ലാ കാര്യങ്ങളിലും അക്ബറിനെ ഫേവർ ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ നൂറയുടെ ആ പവർ പോയി. ഡയറക്റ്റ് നോമിനേറ്റ് ആയി. എന്ത് കാര്യമുണ്ട്? ഇനിയിപ്പോൾ അടുത്ത ആഴ്ച ഇതിന്റെ ബാക്കി ടാസ്കിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും ബിഗ് ബോസ് വരുന്നത്. എന്തായാലും എനിക്ക് ടാസ്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതിന്റെ പണി എന്ന് പറഞ്ഞാൽ നൂറയ്ക്ക് കൊടുത്ത പണി ഇഷ്ടപ്പെട്ടില്ല. കുറെ പേരെ ടാസ്ക് കളിപ്പിക്കാതെ വെച്ചാൽ സർക്കസ് ഒക്കെ എന്തുവാ കാട്ടിക്കൂട്ടിക്കൊണ്ടിരുന്നത്. ഇതൊക്കെയാണോ ടാസ്ക്? ഇവരെല്ലാവരോടും അത് കളിക്കുമായിരുന്നു, എന്ത് ഭംഗിയുണ്ടായിരുന്നു. അതൊന്നും ചെയ്യാണ്ട് കുറച്ചു പേരെ മാത്രം ഹൗസിനകത്ത് ഉറങ്ങാൻ വിട്ട്, കുറച്ചു പേരെ മാത്രം ആക്ടിവിറ്റി റൂമിൽ അടച്ചിട്ട് കുറെ ടാസ്ക് ചെയ്യുന്നു. അതിന് ബിഗ് ബോസ് തന്നെ ഒരാളെ സ്ക്രിപ്റ്റ് തയ്യാറാക്കി വെച്ച് ഇയാൾ ജയിക്കണമെന്ന് പ്ലാൻ ചെയ്തിട്ട് നമുക്ക് മനസ്സിലാകും. ബിഗ് ബോസ് തന്നെ ഓരോന്ന് പണി കൊടുത്ത് ചെയ്യിപ്പിക്കുന്ന മനസ്സിലാവും. അങ്ങനെ ചെയ്യുന്ന ഒരു മെനഘട്ട ടാസ്കും ഈ സ്ക്രിപ്റ്റ് ആരാണോ ഉണ്ടാക്കിയത് അവരുടെ ഒരു മെനഘട്ട ഐഡിയ മെനഘട്ടതായിപ്പോയി. ഞങ്ങൾക്ക് ഒരു എൻജോയ്മെന്റും ഉണ്ടായില്ല. വെറും വൃത്തികെട്ട ടാസ്ക് ആയിപ്പോയി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അക്ബറും അനിമോളും തമ്മിൽ നല്ല ഫൈറ്റ് നടന്നിട്ടുണ്ടായിരുന്നു. അവിടെ നല്ല ഫൈറ്റ്. അക്ബറിനെ അണ്ണാക്കി പിരിവെട്ടിയിരിക്കുന്ന രീതിയിൽ അനിമോൾ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അനിമോളുടെ ഒപ്പം ആദ്യമൊക്കെ പിടിച്ചിരുന്ന അക്ബർ പിന്നെ ഒന്നും മിണ്ടാണ്ടായി. പിന്നെ അക്ബറിനൊന്നും മിണ്ടാനില്ലാണ്ടായി. അങ്ങനെയൊക്കെ ഉണ്ടായി. ആ ഫൈറ്റ് എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല കേട്ടോ. ലൈവിൽ അതുണ്ടായിരുന്നു. അതെന്താ എപ്പിസോഡിൽ കാണിക്കാത്ത ഇതിൽ ഒരുമാതിരി വലിയ കാണിക്കണ്ടാത്ത കണ്ടന്റ് വരെ കാണിച്ചിട്ടുണ്ട്. അനിമോളുടെ ഈ നല്ലൊരു കണ്ടന്റ് ഇത് കാണിച്ചിട്ടില്ല. അത് അനിമോള് അടുക്കളയിൽ നിന്ന് ക്യാരറ്റ് എടുത്തു.
ക്യാരറ്റ് എടുത്തപ്പം തലേ ദിവസം ജിസേല അടുക്കള കയറി വർക്ക് ചെയ്തതിന് ബിന്നിയും റെനയും കൂടെ ഇതുപോലെ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേനും അടുക്കളയിൽ ആരും കയറണ്ട സാധനങ്ങളൊന്നും എടുക്കണ്ടെന്ന് പറയുന്നു. അനുമോൾ അത് വിശന്നപ്പോഴെന്തോന്ന് തോന്നുന്നു ഫ്രിഡ്ജിനകത്തൊന്ന് കയറി ചെറിയൊരു ക്യാരറ്റ് എടുത്തു, അത് കഴിച്ചുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അനുമോള് ഈ ക്യാരറ്റ് എടുത്തു എന്ന് പറഞ്ഞാൽ അവിടെ ഭയങ്കര പ്രശ്നം. ആര്യനും അക്ബറും കൂടെ അതും ഇതൊക്കെ അനുമോളെ പറഞ്ഞെടുത്ത് കഴിക്കുന്നത് ജയിൽ നോമിനേഷൻ അല്ലേ, നീ ജയിൽ നോമിനേഷന് പോകാനും വേണ്ടിയല്ലേ ഈ ക്യാരറ്റ് എടുത്ത് ഇപ്പൊ കഴിച്ചെന്നൊക്കെ ചോദിച്ചു. അപ്പൊ അനുമോള് പറഞ്ഞാൽ അത് ജയിൽ നോമിനേഷന് പോകാനാ, നിനക്ക് അവിടെ കിടന്ന് കണ്ടന്റ് ഉണ്ടാക്കാനല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ അനുമോള് പറഞ്ഞാൽ അത് എനിക്ക് കണ്ടന്റാ, ഞാൻ എവിടെ പോയാലും നിന്നാലും എടുത്താലും കണ്ടന്റ്, അതിനെ പോലെ അവിടെ വേരിറങ്ങി ഇരിക്കുമല്ല. ശരിക്കും അക്ബറിന് ശരിക്കും കിട്ടി കേട്ടോ. ഞാൻ നിന്നെ പോലെ അവിടെ വേരിറങ്ങിയിരിക്കില്ല. രാവിലെ ഒരു കപ്പ് ചായ വട്ട ബീൻബാഗി വന്നിരിക്കും, അവിടെ വേര് പിടിച്ചാണ്. അപ്പൊ അക്ബർ പറഞ്ഞു, നീ എന്നാ എന്റെ വേര് കണ്ടിക്കടി. എനിക്ക് നിന്റെ വേരൊന്നും കണ്ടിക്കാൻ പറ്റില്ല, നീ പോയി മൂട്ടിക്കൊണ്ട് തീയിട, അപ്പൊ കുറെ വേര് കത്തിപ്പോവും. അങ്ങനെ നല്ല ഫൈറ്റ് ആയിരുന്നു. എനിക്ക് അവിടെ നല്ല സാലറി വാങ്ങിച്ചാൽ നിൽക്കുന്നത്. ഞാൻ അതിനു വേണ്ടി ഉദ്യോഗം അനുമോള് ജയിലിൽ പോയാലും ഇരുട്ടുമുറി പോയി കിടന്നാലും എവിടെ പോയി കിടന്നാലും കണ്ടന്റ് അല്ല, നിന്നെ പോലെ ആരെങ്കിലും കണ്ടന്റ് ഉണ്ടാക്കും. അതിന്റെ ഇടയ്ക്കോട്ട് കയറി വന്നിട്ട് ഒച്ച എടുത്തോണ്ട് കാണിക്കുന്ന അല്ലടാ കണ്ടന്റ്. ശരിക്കും ലാസ്റ്റ് അക്ബറിനൊന്നും പറയാണ്ടില്ലാണ്ടായി പോയിട്ടോ. അങ്ങനെ അനുമോള് ഈ ക്യാരറ്റ് എടുക്കുന്നതിന്റെ ഇതില് ഭയങ്കര പ്രശ്നമുണ്ട്. ഒരു കുറേ നേരത്തെ ഫൈറ്റ് ആയിരുന്നു, നമുക്കത് കണ്ടോണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പൊ ഈ അനുമോള് പറയുന്നത് കേട്ടോണ്ട് രേണയൊക്കെ ഈ സോഫയിൽ കിടന്നുകൊണ്ട് ഈ തലവണ്ണ ഇങ്ങനെ മുഖത്ത് വെച്ചിട്ട് അവിടെ കിടന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. അത്രമാത്രം അനുമോളുടെ വായിന്ന് അക്ബർ കേട്ടിട്ടുണ്ട്. അനുമോൾ അടുത്ത് നിന്ന് അക്ബറിനോട് ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ആര്യൻ മസ്താനിയോട് പറഞ്ഞ അനുമോളുടെ ബൈക്ക് വന്നിട്ട് തള്ളി വിടണമെന്ന്. എന്നിട്ട് ഈ ആര്യനെ കയ്യിൽ ഗ്ലാസ് ഏതാണ്ട് ആ വെള്ളം എല്ലാം കൂടെ അനുമോളുടെ മേത്ത് വീണു. അതൊക്കെ ഫിസിക്കൽ അസോൾട്ടാണ്. ഇതൊന്നും എപ്പിസോഡിൽ കാണിച്ചിട്ട് അതിലൊക്കെ അവര് മാന്യമായിട്ട് മുക്കി കളഞ്ഞിട്ടുണ്ട് കേട്ടോ അനുമോളുടെ കേസ്. അങ്ങനെ ആ സംഭവം അങ്ങനെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഏറ്റവും വലിയ രസം അതല്ല, ഈ വീട്ടുകാരുടെ ഡബിൾ സ്റ്റാൻഡ്. അനുമോൾ എടുക്കുമ്പോൾ ഒരു സ്റ്റാൻഡും ബാക്കിയുള്ളവരും ഇവരും കഴിക്കുമ്പോൾ ഇവർക്ക് ഒരു കുഴപ്പമില്ല, അക്ബറിനൊന്നും ഒരു കുഴപ്പമില്ല. അത് കഴിഞ്ഞ് പിന്നെ ആര്യനല്ല ഈ പ്രവീൺ എന്ത് ഗെയിം കളിക്കുന്നത്, പ്രവീൺ ഈ പുറത്തുനിന്ന് ഇതെല്ലാം കണ്ടിട്ട് പോയതല്ലേ. അപ്പൊ പ്രവീൺ അറിയാൻ പാടില്ല ഈ സംഭവങ്ങൾ മൊത്തം കാണിക്കും എന്നുള്ള കേസ്. ഇപ്പൊ നമ്മളെല്ലാം കാണും, ലൈവിനകത്ത് വരും എന്നുള്ള കേസ്. അപ്പൊ നിവീന് ഗോതമ്പ് പൊടി എടുത്തു കൊടുക്കുന്നവർക്ക് കുക്കീസ് ഏതാണ്ട് ഉണ്ടാക്കാനായിട്ട് ഓവനിൽ വെച്ച് കുക്കീസ് ഉണ്ടാക്കാനായിട്ട് ഗോതമ്പ് പൊടി എടുത്തു കൊടുത്തു. എന്നിട്ട് ഈ കുക്കീസ് ഉണ്ടാക്കിയിട്ട് നിവീൻ കഴിക്കുന്നു, അക്ബറിന് കൊണ്ട് കൊടുക്കുന്നു, പ്രവീൺ കഴിക്കുന്നു, അങ്ങനെ കുറച്ച് ആരനോ കുറച്ച് പേർക്ക് കൊടുക്കുന്നു. ഇത് രണയ്ക്ക് മനസ്സിലായി ഇവരെന്തോ ഉണ്ടാക്കിയെന്ന്. അപ്പൊ ഇവർക്ക് ഇങ്ങനെ കഴിക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല, ഇവർക്ക് കഴിക്കാം. പക്ഷെ ഇവരെ സ്വന്തം അനുമോളത് ചെയ്തിരുന്നെങ്കിലോ അനുമോളുടെ തല വെട്ടി താഴെടുന്ന രീതിയിൽ ഇവരവിടെ സംസാരിച്ചേനെ. അപ്പൊ തന്നെ അനുമോള് വിശന്നിട്ടാന്ന് തോന്നുന്നു വന്നിട്ട് പറഞ്ഞു ഇച്ചിരി ചോറ് എടുക്കുവാന്ന് പറഞ്ഞു. അപ്പൊ ഒരു ബൗളിനകത്ത് ചെറിയൊരു ബൗളിനകത്ത് കുറച്ച് ചോറെടുത്തപ്പോ പരിപ്പേറി അനുമോള് ചോദിച്ചു, പരിപ്പേറി എന്തിനെടുത്തേ? പരിപ്പേറി എടുക്കാൻ നിന്നോട് പറഞ്ഞിട്ടില്ല, ചോറ് മാത്രമല്ലേ എടുക്കാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് എന്തൊരു ഷൗട്ടിങ് ആയിരുന്നു പ്രവീൺ ചെയ്തത്. ഈ കറി എന്നെ ചോറ് ചുമ്മാ തിന്നുവോ, ചോറ് ഉപ്പിട്ട് തിന്നുവോ, നിങ്ങൾക്ക് എല്ലാവർക്കും എടുത്ത് കഴിക്കാലോ. അപ്പൊ അനുമോള് ഒരു ഇച്ചിരി കറി എടുത്ത് നോർത്തോണ്ട് എന്താ കുഴപ്പമിരിക്കുന്നത്? വളരെ മോശമാണ്. അനുമോളോട് മാത്രം ഇവർക്കൊരു അനുമോളുടെ സ്വന്തം ജിസേലാണ് കറിയൊക്കെ ഒഴിച്ചു കൊടുത്ത് ജിസേല വായിക്കാത്ത വേണ്ട വരെ വെച്ചു കൊടുക്കുന്ന ടീംസാണ് ഇതുങ്ങളെ. അപ്പൊ അങ്ങനെ സംഭവം ഉണ്ടായി. എനിക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അനുമോൾക്ക് ഒരു നീതി, ഇവർക്കല്ല ഒരു നീതി. ഇവർക്ക് കട്ടെടുത്തുണ്ടാക്കി തിന്നാം, അതിനൊന്നും ഇവർക്കൊരു കുഴപ്പമില്ല. അനുമോൾ എന്തെങ്കിലും വെച്ചെടുക്കുമ്പോഴത്തേനും ഇവര് തുടങ്ങും. അതിന്റെ ആവശ്യത്തിനും വിഷയത്തിനും ഇന്നലെ അനുമോളുടെ വായിൽ നിന്ന് അക്ബറിന് കിട്ടിയിട്ടുണ്ട്. അത് നന്നായി പോയെന്നേ ഞാൻ പറയാനുള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ രാത്രിയിൽ ലക്ഷ്മിയുടെ സംഭവം അത് വളരെ മോശമായിപ്പോയി. ലക്ഷ്മി ഇത് മനഃപൂർവ്വം മസ്താനിക്ക് പോലും ഇത് പുറത്തോട്ട് വിടണമെന്ന് ഒന്നുമില്ല. മസ്താനി മൈക്ക് ഊരി വെച്ചിട്ട് ഈ ലക്ഷ്മിയോട് പറഞ്ഞ കേസ് ലക്ഷ്മി അതൊരു കണ്ടന്റ് ആക്കി എടുത്ത് ആൾക്കാരെല്ലാം വിളിച്ചു കൂട്ടി നമ്മുടെ ഒനിയില് മസ്താനിയെ കയറി പിടിച്ചെന്നുള്ള രീതിയിലാക്കി ഭയങ്കര വെറും പട്ടിഷോ കാണിച്ചു വെച്ചേക്കായിരുന്നു ലക്ഷ്മി കേട്ടോ. അതല്ലാണ്ട് വേറൊന്നും പറയാനില്ല. കാര്യം എന്ന് പറഞ്ഞാല് നമുക്ക് കാണാം സ്പോൺസർ ടാസ്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇവർക്ക് ഫസ്റ്റ് കിട്ടി, ഒനിയലിന്റെ ഒക്കെ ഗ്രൂപ്പിൽ ഫസ്റ്റ് കിട്ടി. ആ ഗ്രൂപ്പിൽ തന്നെയാണ് മസ്താനി ഉള്ളത്. അപ്പൊ ഇങ്ങനെ ചെറിയ സ്ഥലമേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഈ സ്പോൺസേർഡിന്റെ എന്തോ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് എന്ന് പറഞ്ഞപ്പം ആര്യനും അവരെല്ലാം കൈയടിച്ചുകൊണ്ട് ഒനിയിലും കൈയടിക്കുന്നുണ്ട്. അതിന്റെ ഇടയ്ക്കൂടെ കയറി വരുന്നതിടയ്ക്ക് ഒനിയിലിന് അത്യാവശ്യം വണ്ണം ഉണ്ടല്ലോ. അപ്പൊ ഇതിന്റെ ഇടയ്ക്കൂടെ വരുന്നതിന്റെ ഇടയ്ക്ക് ഒനിയിലിന്റെ കാല് തട്ടി ഒനിയിൽ വീഴാൻ പോയപ്പോ മസ്താനിയുടെ വയറിൽ പിടിച്ചത്. അപ്പൊ മസ്താനിക്ക് വേണേ അങ്ങനെ ചിന്തിക്കാം,
ഇത് തന്നെ ഇങ്ങനെയാണോ എൻ്റെ വയറെ പിടിച്ചതെന്ന് ഒരു തോന്നൽ മസ്താനിക്ക് സംഭവിക്കുക. അത് സ്വാഭാവികമാണ്. പക്ഷേ അത് എനിക്കിങ്ങനെ എന്നെ ബാട്ടച്ചാണോ എന്ന് എനിക്ക് തോന്നിയെന്ന് ലക്ഷ്മിയോട് പറഞ്ഞു. ലക്ഷ്മി അതിനെ ഒരു കണ്ടന്റ് ആക്കി ഒനിയിൽ വന്നപ്പോഴത്തേനും ഒനിയിൽ മൈക്കിടുന്ന് പറഞ്ഞിട്ട് മൈക്കിടിപ്പിച്ച് ഇത് പറഞ്ഞു. അപ്പം ഒനിയിൽ പറഞ്ഞു ഞാൻ അങ്ങനെ ഒന്ന് ഓർത്തല്ല ടച്ച് ചെയ്ത്, ഞാൻ അപ്പം തന്നെ നിന്നോട് സോറി പറഞ്ഞില്ലേ, ഞാനപ്പോൾ ഇതിങ്ങനെ ഓർത്ത നിന്നെ ടച്ച് ചെയ്തെങ്കിൽ ഞാൻ സോറി പറയേണ്ട കാര്യമുണ്ട്, ഞാൻ സോറി പറയേണ്ട കാര്യമില്ല, അപ്പം തന്നെ സോറി പറഞ്ഞില്ല, ഇത് ഓർത്തല്ല ഞാൻ ഇങ്ങനെയൊന്നും ചെയ്തതല്ല എന്നൊക്കെ പറഞ്ഞു ഒനിയിൽ പറയുന്നുണ്ട്. അപ്പോഴും സോറി പറഞ്ഞിട്ട് ലക്ഷ്മിനെ കയറിയ ഒനിയിൽ പിടിച്ച പോലെ ലക്ഷ്മി അവിടെ കിടന്ന് പെർഫോമൻസ് ചെയ്യുന്നത്. ഞാൻ എന്നാ ബസ്സിൽ കയറുമ്പോൾ 50 സെന്റിമീറ്റർ അകലത്തിലങ്ങാണ്ട് നിൽക്കുള്ളൂ. തിരക്കുള്ള ബസ്സിൽ കയറുമ്പോഴത്തെ ലക്ഷ്മി സ്കെയിലും കൊണ്ട് എന്നാൽ ബസ്സിനകത്തൂടെ എല്ലാം അളന്ന് നടക്കും. 50 സെന്റിമീറ്റർ അവിടെ ലക്ഷ്മി ഒരു ബസ് കയറാൻ പോയാലും അവിടെ കുറെ പേര് ലക്ഷ്മി സെന്റിമീറ്റർ അളന്നെടുത്തിട്ട് ഇത്ര അകലത്തിൽ ആൾക്കാർ നിൽക്കുള്ളൂ എന്ന് പറയണം. ഒരു ഹോസ്പിറ്റലിൽ പോയി ക്യൂ നിന്നാൽ ലക്ഷ്മി അങ്ങനെയാണോ നിൽക്കുന്നത്? ഇത് വെറും ചീപ്പ് ഗെയിമായി പോയി ലക്ഷ്മിയുടെ. അനുമോളുടെ കേസ് അതിനിടെ ആൾക്കാർ പറയുന്നത്. പക്ഷെ അനുമോള് പറയുന്നതാണ്, അനുമോള് ഡയറക്റ്റ് കണ്ണുകൊണ്ട് കണ്ട കേസാണ് അനുമോള് പറയുന്നത്. ഞാൻ കണ്ടു എന്ന് പറയുന്നത്. ഇത് ലക്ഷ്മി കണ്ടിട്ടില്ല, ലക്ഷ്മി അവിടെ ശ്രദ്ധിച്ചിട്ട് പോലുമില്ല. ഇത് മസ്താനി പറഞ്ഞു കേട്ടിട്ട് മസ്താനിക്ക് വിഷയമില്ലാത്ത കേസ് ലക്ഷ്മി വലിയൊരു കണ്ടന്റ് ഉണ്ടാക്കിയെടുത്തിട്ട് പിന്നെ അത് നമ്മുടെ കൺഫെഷൻ റൂമിൽ ക്യാമറ ചെന്ന് പറയുന്നു ഇങ്ങനെ ഒരു ബാഡ് ടച്ച് നടന്നിട്ടുണ്ട്, അത് ഭയങ്കര ഇതാന്ന് പറയുന്നു. ഒനിയില് വന്ന് പറഞ്ഞു ഒനിയിൽ അങ്ങനെ ഉദ്ദേശിച്ച് ചെയ്താലേ ഇത് ലാലേട്ടൻ വരുമ്പോൾ പറയണോന്നൊക്കെ ഒനിയിൽ പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് മസ്താനി എന്ന് പറഞ്ഞാൽ ഈ കണ്ടന്റ് പുറത്ത് വിടരുത്, ഇത് പുറത്ത് വിടലെന്നൊക്കെ മസ്താനി പറയുന്നുണ്ട്. കണ്ടന്റ് ഒക്കെ പുറത്ത് വിടുന്ന അറിയാമല്ലേ. ഈ ആരിന്റെയും ജിസേലിന്റെയും കേസിൽ വന്നപ്പം ഈ സംഭവം ഇവർ ബെഡ്ഷീറ്റിന്റെ അടിയിൽ കിടക്കുന്ന കേസ് ഇപ്പൊ പുറത്തു വന്നാലേ ഇപ്പൊ ഈ മസ്താനേനെല്ലാം അതെല്ലാം കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നത്. അപ്പൊ അതെല്ലാം അങ്ങനെ പുറത്തു പോയതല്ല, എന്തായാലും പുറത്തു വിടുമെന്ന് അവർക്ക് മനസ്സിലായി കാണും. പക്ഷെ ഒനിയിൽ അങ്ങനെ ചെയ്തിട്ടില്ല. നമുക്ക് ആ വീഡിയോ എല്ലാം ഇപ്പൊ എല്ലാവരുടെയും ഇതിലൂടെ നെറ്റിൽ കൂടെ എല്ലാ ഇതിലൂടെ വന്നിട്ടുണ്ട്. നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാം അത് ഒനിയില് ഒരു മസ്താനയുടെ വയറെ കയറി പിടിക്കണോന്ന് പറഞ്ഞ് പിടിച്ചതല്ല. ഒനിയില് ജസ്റ്റ് ഒനിയിൽ വീണപ്പം നമ്മൾ ആരാണേലും ഫ്രണ്ടിൽ നിൽക്കുന്ന സംഭവം വീഴുമ്പോൾ വട്ടം പിടിക്കും. അപ്പൊ വീണ ഇതില് എണ്ണയ്ക്കാനായിട്ട് പിടിച്ചത് മസ്താനിയുടെ വയറിലായി പോയതാണ്. അല്ലാണ്ട് ഒനിയിൽ മനഃപൂർവ്വം ബാഡ് ടച്ച് ചെയ്തതല്ല മസ്താനീനെ. അപ്പൊ അത് ഒരു വൃത്തികെട്ട കണ്ടന്റ് ആക്കി എടുത്തത് ആരാ? ലക്ഷ്മി അതൊരു വൃത്തികെട്ട കണ്ടന്റ് ആക്കി എടുത്തു. അത്ര സംഭവമാണ് ഉണ്ടായത് ഇന്നലത്തെ എപ്പിസോഡില്. ലൈവൊക്കെ വളരെ ശോകമാണ്, വലിയ രസങ്ങളൊന്നുമില്ല, ഒരു മൈൻഡ് ഗെയിമും ഇല്ല, ഒന്നുമില്ലാത്ത കുറെ ഒരു ഇതില്ലാത്ത. ബിഗ് ബോസ് ആണ്, ബിഗ് ബോസിനെ ആരാണ്ടൊക്കെ ജയിപ്പിക്കണമെന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് ഒരു രീതിയിൽ പോന്നു, കണ്ടസ്റ്റൻസ് വേറെ രീതിയിൽ പോന്നു. ഒരു നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു ലൈവോ ഒന്നുമില്ല അതിനകത്ത്, ഒരു ഇതും ഇല്ല. ടാസ്ക് ആണേലും ഇല്ല, കണ്ടസ്റ്റൻസ് ആണേലും ഇല്ല, അവർ സംസാരിക്കുന്ന രീതിയിലാണെങ്കിലും ഇല്ല. കുറെ വാഴയ്ക്കാതെ കളിക്കുക, വെണ്ടയ്ക്ക, ക്യാരറ്റ്, കുറെ ചോറ്, ഇവർക്ക് കട്ട് തിന്നണം, ഇങ്ങനെയുള്ള ഒരു ഇതിൽ. എന്നാ പിന്നെ ഇവർക്ക് അവിടെ ഒരു ബിഗ് ബോസിന് ഒരു സീരിയൽ ടീം നിർമ്മിച്ചപ്പോരെ. കുറെ എന്താ നമുക്ക് ഒരു രസമില്ല കണ്ടോണ്ടിരിക്കാൻ പോലും. ഇവര് കുറെ മനഃപൂർവ്വം ഉണ്ടാക്കുന്ന അടി, അല്ലാണ്ട് നമുക്കിങ്ങനെ എന്നാ എന്താ ഞാൻ പറഞ്ഞു തരണ്ട്. ഒരു പ്രത്യേകമായ ഒരു ബിഗ് ബോസ് കടന്നു പോകുന്നു. ഇത്രയും വൃത്തികെട്ട് ലൈവൊക്കെ നടക്കുന്ന, വൃത്തികെട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സദാചാര കാര്യങ്ങളും അടുക്കളയിലെ കുറെ തീറ്റ കാര്യങ്ങളും അല്ലാണ്ട് ഒരു മൈൻഡ് ഗെയിമോ കാര്യങ്ങളോ ഒന്നും നടക്കാത്ത കുറെ ബിഗ് ബോസിന്റെ ലൈവും കാര്യങ്ങളും ഒക്കെ ഒന്നുമില്ല. എനിക്ക് വീഡിയോ ഇടാൻ തന്നെ വലിയ ഇത് തോന്നുന്നില്ല. പിന്നെ നമ്മൾ ഒരു ഇതിന്റെ ഇതായിട്ട് ചെയ്യുന്നതല്ലേ, അപ്പൊ അതിന്റെ ഒരു ഇഷ്ടം കൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ എന്താ നടന്നത്. അപ്പൊ ഇനി ലാലേട്ടൻ വരുമ്പോഴത്തേനും ഒനിലിന്റെ പ്രശ്നം വരും. ലാലേട്ടൻ ഒരു ഗതികേട് ആലോചിക്കുന്നത്. എല്ലാ ആഴ്ചയിലും വന്ന പുതപ്പിന്റെ ഡീലെ കേസ്, പെണ്ണ് കേസ്, അവിടെ പിടിച്ചോ ഇവിടെ പിടിച്ചോ, അല്ലാണ്ട് ഒരു മൈൻഡ് ഗെയിം ടാസ്കിനെ കുറിച്ചോ അല്ലെ നിങ്ങൾ ആ ടാസ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ സ്ട്രാറ്റജി ഉപയോഗിച്ചെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല ലാലേട്ടൻ ചോദിക്കാൻ. ഈ കൊല്ലം ലാലേട്ടൻ ആകപ്പാടെ ചോദിക്കാനുള്ളത് പുതപ്പിനടി കിടന്ന് നിങ്ങൾ കണ്ടോ, നിങ്ങൾക്ക് നാണമില്ലേ? ഇനി ഈ ആഴ്ച വന്നിട്ട് ചോദിക്കേണ്ടത് മസ്താനിയുടെ വയറൊക്കെ പിടിച്ചത് നാണമില്ലേ? ഇതായിരിക്കും ചോദിക്കാനുള്ളത്. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ കണ്ടന്റ് വീട്ടുകാരും കൊടുക്കുന്നില്ല, അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമില്ല, ഒന്നുമില്ല. ഒരു അലമ്പ് പിടിച്ച ഒരു അലിഞ്ഞൊരു സീസണായി പോയി. എന്നാലും ഇത്രയും കാര്യങ്ങളെ ഇപ്പൊ നടന്നിട്ടുള്ളൂ. പിന്നെ ഇപ്പൊ ലൈവിന്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ വന്ന് പറയാം. അപ്പൊ ഓക്കെ ടാറ്റാ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് മറക്കരുത്. ഓക്കെ ടാറ്റാ.